കാക്കയുടുപ്പും ഹാറ്റും വിറ്റുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് തരാൻ കഴിയൂ. ധൈര്യവും ചങ്കുറ്റവും എല്ലാം ജന്മനാൽ തന്നെ ഉണ്ടാവണം. ഹൈദരുടെ ആൾക്കാരുടെ തോക്ക് കണ്ട് ഓച്ചാനിച്ചെന്നപ്പോ നാടുവാഴയുടെ ആള് തന്നെ വേണ്ടി വന്നില്ലേ രക്ഷപ്പെടുത്താൻ? സ്വന്തം രക്തത്തിൽ ധൈര്യവും സാഹസവും ഉണ്ടെന്ന് സ്വയം സങ്കല്പിക്കണം. അങ്ങനെയല്ലാത്തവൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശാപമാണ്. ധൈര്യവും വിഡ്ഢിയുടെ സാഹസവും രണ്ടും രണ്ടാണ് മാരാർ സാറേ. കഞ്ഞി മുക്കിയ കാക്കയിട്ട് ബലം പിടിച്ചു നടക്കുന്ന എന്റെ കയ്യിൽ ഒരു മുളവടി അല്ലാതെ മറ്റെന്താണുള്ളത് സാർ? തന്റെ റിവോൾവറോടെ പോയി. ഞാനൊരു ഡേഞ്ചറസ് ഓഫീസർ ആണെന്നും പറഞ്ഞ് 2 മാസം മുമ്പ് SP അത് തിരിച്ചു വാങ്ങിച്ചു. പിന്നെ ഇയാളെന്ത് ചെയ്യും? കാര്യം അറിയാതെ അയാളെ പഴിച്ചിട്ടെന്ത് പ്രയോജനം? ബുള്ളറ്റ് പ്രൂഫ് ഇട്ട അധോലോക നേതാവിന്റെ കയ്യിൽ ആധുനിക ആയുധങ്ങൾ കാണുമ്പോ സാറടക്കമുള്ള പോലീസുകാർ അന്തം വിട്ട് നിൽക്കും. മനസ്സറിയാണ്ട് അയാളെ സല്യൂട്ട് ചെയ്തു പോകും. അങ്ങനെയുള്ള ഏമാമാര് ഹൈദരെ സല്യൂട്ട് ചെയ്തുകൊണ്ടാ ഡെത്ത് വാറണ്ട് ആയിട്ടും മരക്കാര് മെഡിക്കൽ കോളേജിലെ ഡീലക്സ് വാർഡിൽ കഴിയുന്നേ. കോടതി തൂക്കാൻ വെച്ചിച്ച ആ കുറ്റവാളിയെ ഒരു ദിവസമെങ്കിലും കണ്ടം സെല്ലിൽ കിടത്തിയിട്ടുണ്ടോ? തൂക്കുന്നതിന് മുമ്പേ ഒരു രാത്രിയെങ്കിലും അവനെ സെല്ലിൽ കിടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അത് തന്നെ. തന്നെ ഹൈദർ മരക്കാർക്ക് കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കള്ളു മടിച്ചു കൊടുക്കാനോ? ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് നിന്റെ ഹൈദർ മരക്കാർ ഇന്റൻസി കെയർ യൂണിറ്റിലുണ്ട്. ഞാൻ പറയാതെ യുവമാരെ പുറത്തു വിടുന്നത്. നരിമാൻ, വരണം വരണം മിസ്റ്റർ മാരാർ. മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാനിവരോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആരാച്ചാർ എത്തിയെന്നറിഞ്ഞു. കണ്ടംപ്റ്റ് സെല്ലിൽ കിടക്കേണ്ടയാൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ DIGക്ക് അതൃപ്തി കാണും. അതൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? തൂക്കുവരച്ചോട്ടിൽ തലയെ കുറിച്ച് നിന്നാ മതി. ഞാൻ നിങ്ങളെ കണ്ടം സെല്ലിലേക്ക് മാറ്റാനാണ് വന്നത്. എഴുതക്ക്. സോറി സർ, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈസ് എ ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ പേഷ്യന്റ് ആകൂ. എന്റെ പേഷ്യന്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ഇവിടെ വെച്ച് തൂക്കിക്കൊല്ലാൻ നിയമം പറയട്ടെ. നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം. ഇയാളൊരു പേഷ്യന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇയാളുടെ ദയയില്ല, പിന്നല്ലേ? മിസ്റ്റർ മാരാർ, ഹൈദർ മുതലാളിയെ വിലങ്ങ് വെക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും. MLA ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകും. എടോ, തന്റെ ഈ DIG കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ല. 5-5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി. അവിടെ മാറിക്കോ. ഈ സല്യൂട്ട് ആർക്കാ? എനിക്കോ ഹൈദർക്കോ? മുതലാളി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ ഹോം മിനിസ്റ്ററെ വിളിച്ച് പറയാം. ഒന്നും വേണ്ട കുട്ടി നേരെ. ഓന്റെ ഒരു ആഗ്രഹമല്ലേ, തൂക്കണമെങ്കിൽ തൂക്കട്ടെ. പോവാ. ഇത് നിന്റെ ബുദ്ധിയാണല്ലേ? താവളമൊക്കെ നിനക്ക് പരിചയമില്ലേ? അറിയാം, പക്ഷേ അവിടെ ഒന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയന്ന് ഇന്ത്യ വിടുന്നവനല്ല ഹൈദർ. ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്.
നിനക്ക് ആ സ്ഥലം അറിയോ? ആ അറിയാം. ആ നാസറെ, എല്ലായിടത്തും ഒരു കണ്ണ് വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ. നോക്കിയേ, നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സംശയിക്കണ്ട, ഹൈദരമരക്കാര് തന്നെ. ഇന്ത്യ ഒട്ടുക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതുമറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരയുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദര അന്വേഷിച്ചാൽ അവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇവനെ, ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നോ? ഞാൻ ആരാണെന്നറിയാം നിനക്ക്? അറിയാം. ജനങ്ങളുടെ വിവരക്കേടുകൊണ്ടൊരു MLA. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന എന്റെ ഡ്രൈവർ. അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവെപ്പുകാരന്റെ സഹായി ചേക്കുട്ടി. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ്. അല്ലാണ്ട് എന്താ നീ? കൊണ്ടുപോയിക്കോളൂ. പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക. പിടികിട്ടാ പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്കൊരു വാർത്തയും കൊടുത്തേക്കുക. മന്നാടിയാർക്ക് ക്രെഡിറ്റ് വേണ്ട. നരസിംഹം, നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ. എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്തു ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്.
എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിനു വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു. മുതലാളി എവിടെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. മുതലാളി എന്റെ ജോലി വെക്കടോ പിടി. കമോൺ മുതലാളി, ഷൂട്ട് മീ. ഷൂട്ട് ചെയ്യാൻ. മുതലാളി എന്താ ഇതിലെടുക്ക്. എനിക്കൊന്നുമില്ല. എല്ലാരും ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക. വെടിയേറ്റുന്നോ? ഹൈദർ പണിക്കാർക്കോ? അതെ സാർ, പേടിക്കാനൊന്നുമില്ല. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. മുതലാളി എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചേ? സുപ്രീം കോർട്ടിലേക്ക് ഒരു ഹർജി അയക്കണം. ഹർജിയോ? നമ്മുടെ അപ്പീൽ സുപ്രീം കോർട്ടും പ്രസിഡന്റും തള്ളിയതല്ലേ? തനിക്ക് ഒരു വിവരവുമില്ല. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? ഇല്ല. വികലാംഗ വർഷം. വികലാംഗ വർഷത്തിൽ ഒരു വികലാംഗനെ തൂക്കിക്കൊല്ലാമോ? ഇതൊരു നല്ല ലോ പോയിന്റ് ആണല്ലോ മുതലാളി. ജയിൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് എന്റെ കാലിൽ വെടിയേറ്റതും മുറിക്കേണ്ടി വന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയ ഹർജി സുപ്രീം കോർട്ടിൽ കൊടുക്കാൻ ഡൽഹിയിലുള്ള നമ്മുടെ മുഴുത്ത വക്കീലിനോട് പറ. പൊയ്ക്കോ. ഇതിന്റെ വിധി എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോഴേ ഉറപ്പുണ്ട്. ഒന്ന് നടന്നു നോക്കൂ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നോക്ക്, ഹൈദരുടെ വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചു. ജീവപര്യന്തം തടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. കൈ നിറയെ പണവും റാൻമുളാം മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്തെ? അവനെ ശിക്ഷിച്ചത് നിയമം, രക്ഷിച്ചത് നിയമം. ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ്, മരിക്കാൻ അവനും. പക്ഷേ ഇത് രണ്ടിനോടും ഈ മന്നാടിയാർക്ക് ഭയമില്ല.